ഇന്ന് പതിവില്ലാണ്ട് രാവിലെ എണീച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇച്ചു നല്ല പുറത്തേക്കൊക്കെ ഇറങ്ങി. ചെറിയൊരു തണുപ്പുണ്ട്. പിന്നെ ദാ നമ്മുടെ സൂര്യനൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ നേരെ അടുക്കളയിൽ പോയപ്പോൾ ദാ ഉപ്മാവും മുട്ട പുഴുങ്ങിയതും കട്ടൻ ചായയും അതെടുത്ത് നമ്മൾ തിന്നാൻ തുടങ്ങി. ഞാൻ ഇച്ചു ഒരുമിച്ച് തന്നെയാണ് കേട്ടോ തിന്നല് രാവിലെ. അങ്ങനെ നമ്മളതൊക്കെ തിന്ന് ഇച്ചുവിന് പിന്നെ പനിയുള്ളതുകൊണ്ട് പനീൻ്റെ മരുന്നൊക്കെ കൊടുത്ത് ഇനി 10 മണിക്കേക്ക് എന്തെങ്കിലും തിന്നാനാക്കണമല്ലോ. 10 മണിക്കേക്ക് നമ്മൾ എന്താണ് ഇതിൻ്റെ പേര്, അമൃതം പൊടി റോബസ്റ്റ് പഴവും കൂടിയാണ് ആക്കിയത്. പക്ഷേ അവനത് തിന്നിട്ടുണ്ടായില്ല, ഒറ്റ സ്പൂണേ തിന്നിട്ടുള്ളൂ. പിന്നെ ആപ്പിൾ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആപ്പിൾ മുറിച്ച് കൊടുത്തു. പിന്നെ ഇച്ചു ആപ്പിളാണ് തിന്നത്. അങ്ങനെ കുറച്ച് സമയം നമ്മുടെ കളിയൊക്കെ കഴിഞ്ഞ് ഇച്ചു നല്ല ഉറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഉറങ്ങിയ സമയത്ത് ഞാനിവിടെ കുറച്ച് സമയം കിടന്നു. പിന്നെ ഇങ്ങനെ ഓരോ പണികളൊക്കെ എടുത്തു കഴിഞ്ഞ് ഉച്ചയായപ്പോൾ നമുക്ക് മീൻകറിയും മീൻ പൊരിച്ചതും പപ്പടമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി ചോറുന്നു. ഇച്ചുവിന് പപ്പടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. അവന് പപ്പടം കിട്ടിയാൽ പിന്നെ അവൻ ചോറ് പോലും തിന്നൂല. അത് കഴിഞ്ഞ് വന്നില്ല ഒരു 3 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ബ്രെഡും മുട്ടയും ആക്കി ഗൈസ്. ഇവിടെ നോക്കുമ്പോൾ മുട്ടയുണ്ട് ബ്രെഡും ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇതൊന്നാക്കി നോക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഫസ്റ്റ് അവൻ അതും തിന്നു 1-2 കടിയെല്ലാം. പിന്നെ അവനത് തിന്നുന്നില്ല. പിന്നെ മുട്ട മാത്രം മതി എന്നുകൊണ്ട് മുട്ട മാത്രം എടുത്ത് തിന്നുക ചെയ്തത്. ബ്രെഡ് ബാക്കി ഞാൻ തന്നെ തിന്നു. പിന്നെ അത് പറയണ്ടല്ലോ, പിന്നെ ആരും എടുത്ത് തിന്നായില്ല, ഞാനേ ഉള്ളൂ. അപ്പം പിന്നെ വേസ്റ്റാക്കാൻ പാടില്ലല്ലോ, ഞാൻ തന്നെ തന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇച്ചു അത് തിന്നാത്തത് കൊണ്ട് ഞാൻ കുറച്ച് പച്ചമുന്തിരിയൊക്കെ കൊടുത്ത് അവന് ഫോണൊക്കെ കണ്ട് അവനിങ്ങനെ തിന്നുവാണ്. പിന്നെ ഈ ചുമന്നെല്ലാം കാണുന്ന അവൻ കുത്തി വരഞ്ഞിട്ടതാണ്. ഇതിനെക്കാട്ടി വലുതായിട്ട് ഇപ്പോൾ കുത്തി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ നമ്മളെല്ലാവരും കൂടി പരിപ്പടിയും സമൂസയും ചായയൊക്കെ കുടിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു. അച്ഛൻ തലപ്പുറമ പോയപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ പരിപാടിയിലും. അങ്ങനെ നമ്മളെല്ലാവരും കൂടി അതൊക്കെ തിന്നിങ്ങനെ ഇരുന്നു. അതും ഇച്ചു കാര്യമായിട്ട് തിന്നില്ല, പരിപ്പട കുറച്ച് തിന്നു, പിന്നെ തിന്നില്ല കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് സമയം നമ്മൾ കളിയൊക്കെ ഇങ്ങനെ കളിക്കുകയൊക്കെ ചെയ്ത് മുറ്റത്തെ കൂടെയൊക്കെ കളിച്ച് രാത്രിയായപ്പോൾ നമുക്ക് പരിപ്പറിയും ചോറും മുട്ടയും ഓംപ്ലേറ്റും അച്ചാറും പപ്പടം